പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഇതിന്റെ സ്നേഹ വചനം അല്പസമയത്തെ ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന് ഭാഗം വായിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 16-ാമത്തെ വാക്യം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു തിരുവെഴുത്താണ് വായിച്ചത്. ഈ വചനം വായിക്കുമ്പോൾ രക്ഷ പ്രാപിക്കുന്നതിന് നാം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ മറ്റ് ഭാഗങ്ങളൊക്കെ ചിന്തിച്ചു കഴിയുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 2:38 വരുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ, പാപങ്ങളെ കഴുകികൾ മാനസാന്തരപ്പെടാൻ നമ്മൾ സ്നാനമേൽക്കണം എന്ന് ഇവിടെ കൽപ്പിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഹൃദയം കൊണ്ട് നമ്മൾ വിശ്വസിക്കണം, വായി കൊണ്ട് ഏറ്റുപറയണം. ആമീൻ അവിടെ രേഖപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 3:16 വായിക്കുമ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ടെന്നും അവിടെയും രേഖപ്പെടുത്തുന്നു. അപ്പോൾ രക്ഷ പ്രാപിക്കുവാൻ ഒന്ന് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആമീൻ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്താൻ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ നാം സ്വന്തം രക്ഷിതാപിതമായി സ്വീകരിച്ച് അവന്റെ കൽപ്പനയാകുന്ന ആ പരിശുദ്ധ സ്നാനം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മീയ രക്ഷ പ്രാപിക്കാൻ കഴിയുമെന്ന് വേദപുസ്തകം നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആമേ സഭയിൽ സംസാരിക്കാൻ പ്രാപ്തിയാകാത്ത ശിശുക്കൾക്ക് അഥവാ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവരെ കുറിച്ച് നമ്മൾ യഥാർത്ഥമായി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർക്ക് യഥാർത്ഥമായി മാനസാന്തരപ്പെടുന്നതിനോ വിശ്വസിക്കുന്നതിനോ വായു കൊണ്ട് ഏറ്റു പറഞ്ഞതിനോ കഴിയുമോ? ഹല്ലേലൂയ. ഇല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് രക്ഷ ലഭിക്കുന്നത്? അതിനോട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ടെങ്കിലും എല്ലാത്തിനും വ്യക്തമായ മറുപടി വേദപുസ്തകം തരാത്തത് കൊണ്ടും നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഒരു പൈതൽ മരിച്ചാൽ അത് എവിടേക്ക് പോകുന്നു, സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്ന് വേദപുസ്തകത്തിൽ അതിനും തക്കതായൊരു മറുപടി ആമി നൽകാത്തത് കൊണ്ടും ഇത്ര കട്ടിയായുള്ള ചോദ്യങ്ങൾ പലപ്പോഴും നമ്മെ ഭാരപ്പെടുത്താൻ സാധ്യതകളുണ്ട്. എന്നാലും ദൈവത്തിന് വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ, കുട്ടികളെയും ദൈവരാജ്യത്തെയും കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന കുറച്ച് വചനങ്ങളെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുള്ളെങ്കിലും ഹല്ലേലൂയ വേദപുസ്തകം പഠിക്കുക എല്ലാവർക്കും രക്ഷ ആവശ്യമാണ്. വിശുദ്ധ തിരുവെഴുത്ത് പറയുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ റോമലേഖനം വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ എങ്ങനെ വായിക്കുന്നു? ആമി ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു എന്ന്. എല്ലാവരും പാപം ചെയ്തു, ഹല്ലേലൂയ, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടു എന്ന് ഇവിടെ റോമാലേഖനത്തിൽ പൗലോസ് പറയുക. അപ്പം നാം എല്ലാവരും പാപം ചെയ്തിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. എന്ന് പറയാൻ ജനനം മുതൽ പാപി എന്നല്ല. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് മുതൽ പാപത്തിൽ ആണെന്ന് സങ്കീർത്തനക്കാരൻ 51:5 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ വചനത്തെയൊക്കെ നമ്മൾ വ്യക്തമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഭാഗത്തിൻ്റെതായ വ്യക്തത നമുക്ക് മനസ്സിലാകുള്ളൂ. സങ്കീർത്തനം 51:5 പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അപ്പോൾ ഒരു കുട്ടിയുടെ ജനനം ഉദരത്തിൽ സംഭവിക്കുമ്പോൾ തൊട്ട് ആ കുട്ടി പാപത്തിലാണ് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. അത് തന്നെയാണ് നമ്മൾ ഇയ്യോബിന്റെ പുസ്തകം വായിച്ചാലും കാണുന്നത്. ഇയ്യോബും അതുപോലെ തന്നെയാണ് പറയുന്നത് 25:4. അതുകൊണ്ട് വേദപുസ്തകം പറയും, നാം എല്ലാവരും നവജാത ശിശുക്കൾ സഹിതം പാപികളാണെന്നും ദൈവത്തോട് എതിർത്ത് നിൽക്കുന്നവരാണെന്നുമാണ് വചനം പഠിപ്പിക്കുന്നത്. അപ്പം പാപത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നതിനും നീതീകരിക്കപ്പെടുന്നതിനും ഓരോ മനുഷ്യർക്കും ദൈവകൃപ ആവശ്യമാണ്. അപ്പോൾ ശിശുക്കൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകുക. വീണ്ടും ചോദ്യമാണ്. ഈ ചോദ്യത്തിന് മറുപടി നമ്മൾ ഓരോരുത്തരും ജനിച്ചു കഴിഞ്ഞല്ല പാപി, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പാപിയായി മാറുമ്പോൾ, ആ പാപം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, ഈ ഭൂമിയിലേക്ക് ജനിക്കുന്ന ഓരോ നവജാത ശിശുക്കളും അത് വളർന്നു വരുമ്പോൾ, അതിന്റെ വളർച്ച പ്രാപിക്കുമ്പോൾ, ആ കുട്ടിയുടെ മാതാപിതാക്കൾ ആ കുട്ടിയെ പാപത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ദൈവകൃപ പ്രാപിക്കണം, ദൈവകൃപയെ വളർത്തിയെടുത്ത് അവന്റെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തണമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. അങ്ങനെ കുട്ടി വളർന്നു വരുമ്പോൾ അവൻ എൻ്റെ പാപം മനസ്സിലാകും, പാപത്തിന്റെ ആ കഠിനത മനസ്സിലാക്കി അവൻ ദൈവ ഭയമുള്ളവനായി ദൈവത്തോട് ചേർന്ന് നടക്കാൻ കഴിയും. അതുകൊണ്ടാണ് മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞു കുട്ടികളെ ആലയത്തിൽ കൊണ്ടുപോവുകയും ദൈവവചനം പഠിപ്പിക്കുകയും ദൈവവചനം കേൾപ്പിക്കുകയും അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിത്യരക്ഷ പ്രാപിക്കണമെന്ന് കുഞ്ഞുങ്ങൾക്ക് ചെറുപ്രായത്തിൽ തന്നെ ഈ നിത്യോപദേശം അവർക്ക് നൽകി കൊടുത്ത. അതുകൊണ്ടാണ് അപ്പൊ ദൈവത്തിന്റെ സഹായത്താലും കൃപയാലും നവജാത ശിശുക്കൾക്ക് പോലും ദൈവത്തിൽ അവരുടെ ആശ്രയം വെക്കാമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 22 അല്ലെങ്കിൽ 9-10 വാക്യങ്ങൾ വായിക്കാൻ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ യേശു ഒരു കൊച്ചു കുട്ടിയെ തന്റെ മുമ്പിൽ നിർത്തി
തന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തനെ കുറിച്ച് അമ്മ പറയുകയുണ്ടായി എന്ന് ഇന്ന് മത്തായി സുവിശേഷം വായിക്കുന്നുണ്ട്. അപ്പൊ സങ്കീർത്തനത്തിന്റെ 8:2 യേശു പറയുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്, ശിശുക്കളുടെ മുല കുടിക്കുന്നതിന്റെ വായിൽ നിന്ന് നീ പുകഴ്ച അമ്മ ഒരുക്കിയിരിക്കുന്നു. അപ്പൊ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ അമ്മ നിറയും എന്ന് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ചില കുട്ടികളെങ്കിലും ദൈവത്തിൽ അല്ലെങ്കിൽ ഒരിനം വിശ്വാസം ഉള്ളതായി കാണുന്നു. കാരണം അവരുടെ മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ ചെറുപ്രായത്തിൽ തന്നെ ദൈവവചനത്തിൽ പഠിപ്പിച്ച് ദൈവത്തോടുള്ള കൂട്ടായ്മ, ദൈവമായുള്ള ബന്ധം എന്താണ്, ആ കുട്ടി ലോകമായുള്ള ബന്ധമാണ്, ആ കുട്ടിക്ക് ലോകത്തിൽ എങ്ങനെ ജീവിക്കാൻ കഴിയും, ലോകത്തിൽ എങ്ങനെ വേർപെട്ടിരിക്കാൻ കഴിയും, പാപത്തെ എങ്ങനെ വേർപെട്ടിരിക്കാൻ കഴിയും, ദൈവമായുള്ള കൂട്ടായ്മയിൽ എങ്ങനെ കുട്ടിക്ക് സന്തോഷമായ ജീവിതം നയിക്കാൻ കഴിയുമെന്ന് ആ കുട്ടിക്ക് ചെറുപ്രായത്തിൽ തന്നെ ഉപദേശം കൊടുക്കുമ്പോൾ ആ കുട്ടി വളർന്ന് വലുതായി വരുമ്പോൾ അവൻ ദൈവകൃപ വിട്ടുമാറാതെ ദൈവകൃപ നിൽക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഈ ലോകത്തിനടിപ്പായി വിടാതെ, ഇവിടുത്തെ കൂട്ടുകെട്ടിലേക്ക് പറഞ്ഞു വിടാതെ, അവനെ ചെറുപ്രായത്തിൽ തന്നെ ദൈവവചനം പറഞ്ഞ് പഠിപ്പിച്ച് അഭ്യസിച്ച് അവന്റെ പാപത്തെക്കുറിച്ച് ബോധ്യമാകുന്ന ക്രിസ്തുവിൽ ഒരു പൂർണ്ണനായി തികഞ്ഞവനായി തീരുവാൻ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക. ശിശുക്കളെ തന്റെ അടുക്കൽ വരുവാൻ വിടുവിനെ ദേശം തന്റെ ചുറ്റന്മാരോട് കൽപ്പിക്കുകയും അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന് വേദപുസ്തകം പഠിക്കുകയും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, എല്ലാ കുഞ്ഞുങ്ങളും ദൈവവചനത്തിന് അടിസ്ഥാനപരമായി ജീവിക്കേണ്ടവരാണ്. അപ്പം ദൈവരാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയുള്ളവരുടെ നാണ് ദൈവരാജ്യം യേശു പറയുമ്പോൾ തന്നെ ദൈവം കുഞ്ഞുങ്ങളെ ദൈവയുടെ നോക്കുന്നു. അവരുടെ മാലാകമാർ എപ്പോഴും ദൈവത്തിൽ നിൽക്കുന്നു. എന്നാൽ വിശ്വസിക്കുന്ന കുറച്ച് കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ അനവധി കുഞ്ഞുങ്ങൾ പാപത്തിന്റെ അതിൽ വീടുകൊണ്ടിരിക്കുക, മദ്യത്തിനും മയക്കുമരുന്നിനും പല സ്ഥലങ്ങൾക്കും ലഹരികൾക്കും വിധേയപ്പെട്ട് സ്കൂൾ, കോളേജ്, ക്യാമ്പസ്, കലാലയങ്ങളെല്ലാം തലമുറ നഷ്ടപ്പെടുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മരണാനന്തരം അവരുടെ ആത്മാവ് എവിടെ പോകുന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഈ ലോകത്തിന്റെ സുഖമല്ല, ഈ ലോകത്തിന്റെ ഇഷ്ടമല്ല, ഇവിടുത്തെ പ്രൗഢിയല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയത്. അവരെ ദൈവഭയത്തിൽ വളർത്തിയെടുക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പെട്ടു. നവജാത ശിശു തൊട്ട് വാർദ്ധക്യത്തിലായിരിക്കുന്ന മനുഷ്യൻ വഴിയും കർത്താവായ യേശുക്രിസ്തുവിലൂടെ വിശ്വസിച്ച വചനത്തിന് അടിസ്ഥാനമായ ജീവിതം നയിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ദൈവത്തിലേക്ക് ചേർന്ന് നിൽക്കണം. ഒരിക്കപ്പോൾ ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിൽ നമ്മുടെ കുട്ടികൾ അതിനകത്ത് വീണു പോകാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ നേരായ പാതയിലൂടെ ജീവിക്കുവാൻ വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകി ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കണം. ഹല്ലേലൂയ. റോമലേഖനം വായിക്കും 5:12 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അതുകൊണ്ട് ഏക മനുഷ്യൻ പാപവും പാപത്തിൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യനും പരന്നിരിക്കുന്നു. ഇവിടെ നവജാത ശിശുവിനെ ഉൾപ്പെടെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മാതാപിതാക്കൾ ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ അടിസ്ഥാനപരമായി ദൈവവചന അടിസ്ഥാനത്തിൽ വളർത്തി വലുതാക്കി അവൻ പാപത്തിലേക്ക് വീഴാതെ, ലോകത്തിന്റെ ഇമ്പങ്ങളിൽ വീണു പോകാതെ കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തിയെടുക്കണം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ ഏത് നിലയിലാണ്, ഏത് രീതിയിലാണ് വളർത്തിയെടുക്കുന്നത്, അവർ ഏത് മേഖലയിലാണ് വളർത്തിയെടുക്കുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി, മതങ്ങൾക്ക് വേണ്ടി തീവ്രവാദം, ഭീകരവാദം, വർഗീയത നിങ്ങൾ നിങ്ങളുടെ മക്കളെ തള്ളിവിടരുത്. മദ്യം, മയക്കും, ലഹരിയും കൊടുത്ത് നിങ്ങൾ അവരെ നശിപ്പിച്ചു കളയരുത്. അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ മദ്യം കുടിക്കരുത്, പുക വലിക്കരുത്. നിങ്ങൾ പാനമസാലങ്ങളും തമ്പാക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ നശിപ്പിച്ചു കളയരുത്. നിങ്ങൾ മാതൃകയുള്ള ജീവിതം നയിച്ച് നിങ്ങളുടെ കുട്ടികളെ കർത്താവിന് വേണ്ടി തരണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മരിച്ചാൽ ആ കുഞ്ഞിന് സ്വർഗരാജ്യം കിട്ടുന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടാകട്ടെ. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പാപം നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇത് പകരം ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. പരിശുദ്ധ ഞങ്ങളുടെ എല്ലാ ദൈവമേ സ്വർഗപിതാവേ, നവജാത ശിശു തൊട്ട് സകല ജനത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത്, എല്ലാവരും പാപം ഒരുപോലെ വരികിടുന്നത് പാവി സകല ജനത്തിൽ മാനസാന്തരം മടങ്ങി വന്ന് കുഞ്ഞുങ്ങൾ ഈ ലോകത്തിന് അന്യപരായത് ദൈവകൃപയും വളരുവാട്ടയാകണ്ടേ പ്രാർത്ഥിക്കുന്നു. സകല മുഖത്ത് കൊടുക്കണം യേശു ക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.